ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തേലക്കാടൻ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ചിക്കനാണ്. അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നുറുക്കിയത് എല്ലോട് കൂടിയത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പീസുകളൊക്കെ ആക്കിയത്. ഇതിനകത്തേക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനകത്തേക്ക് ആവശ്യമായിട്ട് ഞാനൊരു രണ്ട് സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1 സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി കുറയ്ക്കുന്നതാണ്, കാരണം ഒരു വിഷയമായതുകൊണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്. അതേപോലെ അതിനകത്തേക്ക് ഞാൻ സോയാ സോസ് ഡാർക്ക് 1/2 സ്പൂൺ ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാലും കുഴപ്പമില്ല. എന്തോരം ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അതിന് ടേസ്റ്റ് കൂടും. ഇനി ജിഞ്ചർ ഗാർലിക് ചതച്ചിടുന്നവർക്കും ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ. ഞാനിപ്പം ഇത് കുറച്ചുകൂടി മസാല പിടിക്കാൻ എളുപ്പത്തിൽ ഞാനിത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഒന്ന് ഒരു പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വറുത്ത് എടുക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചിക്കൻ വറുക്കാനായിട്ട് ആഡ് ചെയ്യാണ്. ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് പാനിലേക്ക് ഇടുകയാണ്. ചിക്കൻ ഇങ്ങനെ കുറച്ചിട്ട് വറുത്തെടുക്കാം. ചിക്കൻ പാൻ ചൂടായതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കരിഞ്ഞു പോയി നോക്കണം. ഇത് കുറച്ച് മറിച്ചിടാം. ഉള്ള ചിക്കനോട് ഞാൻ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ ഞാൻ വറുത്ത് കോരി ചിക്കനെല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാളയാണ് ഇത് വെച്ചേക്കുന്നത്. അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പാനിലേക്ക്. പാനിൽ ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ ചില്ലിയൊന്നും ചോപ്പ് ചെയ്ത് ചേർക്കുന്നില്ല, കാരണം ഗ്രീൻ ചില്ലി സോസാണ് ഞാനതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതുപോലെ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പാനിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി ഇതുപോലെ പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി വെച്ചത് ഞാൻ 2 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതേപോലെ ഉപ്പ് 1/2 സ്പൂൺ. മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതേപോലെ ഇതിനകത്തേക്ക് ഞാൻ ഡാർക്ക് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂണ് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യുന്നു. ഇനി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേവി കൂടുതൽ കിട്ടും. ഡ്രൈ ആയിട്ടാണെങ്കിൽ ഗ്രേവി ആഡ് ചെയ്യണ്ട. ഞാൻ ഇതിനകത്തേക്ക് ടൊമാറ്റോ അരച്ചത് 2 ടൊമാറ്റോയുടെ ടൊമാറ്റോ അരച്ച സോസായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതേപോലെ 1/4 ഗ്ലാസ് വാട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇതിനകത്തേക്ക് ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജിഞ്ചർ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഫുഡാണല്ലോ, ഈസി ആയിട്ട്. അങ്ങനെ ജിഞ്ചർ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റുള്ള ഫുഡാണ്, ഈസിയാണ്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്താ പറയുക, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.